സംസ്ഥാന പാതയോരങ്ങളിൽ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കാരണമുള്ള റോഡപകടങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ഉത്തരവ്. പാതയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മദ്യശാലകളുടെ പരസ്യ ബോർഡുകളും നീക്കം ചെയ്യണം. നിലവിൽ ലൈസൻസ് ഉള്ളവയ്ക്ക് അടുത്ത വർഷം മാർച്ച് 31 വരെ പ്രവർത്തിക്കാം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ ലൈസൻസ് കാലാവധി അവസാനിച്ച മദ്യശാലകൾക്ക് പുതിയ ലൈസൻസ് നൽകരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളും കർശനമായി നടപ്പിലാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിമാർക്കും DGPമാർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകൾക്ക് ഇളവ് നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യശാല ഉടമകൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. മദ്യശാല ഉടമകളുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കോടതി വിധി. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. UDF സർക്കാർ ബാറുകൾ അടച്ചുപൂട്ടിയതോടെ സംസ്ഥാനത്തെ വിദേശ മദ്യ വിൽപ്പന ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളിലൂടെ മാത്രമായി ചുരുങ്ങിയിരുന്നു. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യശാലകൾ പാടില്ലെന്ന സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവോടെ ഈ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ 110 എണ്ണമെങ്കിലും അടച്ചുപൂട്ടേണ്ടി വരും. നിലവിൽ 270ഓളം ബിവറേജസ് ഔട്ട്ലെറ്റുകളും 40ഓളം കൺസ്യൂമർ ഫെഡ് വിൽപ്പന കേന്ദ്രങ്ങളുമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. 64 ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ദേശീയപാതയോരത്തും 51 സംസ്ഥാന പാതയോരത്തുമാണ്. 10% ഷോപ്പുകൾ പ്രതിവർഷം അടച്ചുപൂട്ടുന്നതിന്റെ ഭാഗമായി ഇതിൽ 16 നേരത്തെ പൂട്ടിയിരുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനായി നിലവിലെ വിൽപ്പന കേന്ദ്രങ്ങൾ 500 മീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് മാറ്റണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പുതിയ NOC ആവശ്യമാണ്. പുതിയ കെട്ടിടം ലഭ്യമാക്കുന്നതിന് പ്രാദേശിക എതിർപ്പുകളും നേരിടേണ്ടി വരും. വിദ്യാലയങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ദൂരപരിധി പാലിക്കുകയും വേണം. ചുരുക്കത്തിൽ അടച്ചുപൂട്ടുന്ന ഷോപ്പുകൾ വീണ്ടും തുറക്കുന്നത് അത്ര എളുപ്പമാകില്ല. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിലും കുറവുണ്ടാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വാഹനം നിർത്തി വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു കാര്യം വളരെ സ്വാഗതാർഹമാണ്. ആ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 200ഓളം സാധനങ്ങൾ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത് രണ്ടും ലിക്കർ ഷോപ്പും ബിയർ ആൻഡ് വൈനും കൂടെ വരികയാണെങ്കിൽ ഏകദേശം കേരളത്തെ സംബന്ധിച്ച് 200ഓളം അടുപ്പിച്ചുള്ള ഹോട്ടലുകൾ ഇതുമൂലം ഈ ഉത്തരവ് മൂലം പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്.